ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബുള്ളറ്റഡ് പോയിൻറ്റ്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടെക്സ്റ്റ് അലൈൻമെൻറ്റുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റും ഉണ്ട്, അതേപോലെ വെർട്ടിക്കൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റും ഉണ്ട്. അപ്പം ഹൊറിസോണ്ടൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെലക്ട് ദ ടെക്സ്റ്റ് യു വാണ്ട് ടു മോഡിഫൈ. നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. പിന്നെ സെലക്ട് വൺ ഓഫ് ദ 4 അലൈൻമെൻറ്റ് ഓപ്ഷൻ ഇൻ ദ പാരഗ്രാഫ് ഗ്രൂപ്പ്. നമ്മൾ റിബൺ ടാബിൽ ഒരു പാരഗ്രാഫ് ഗ്രൂപ്പ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് തന്നിരിക്കുന്നത്. അതിൽ 4 അലൈൻമെൻറ്റ് ഓപ്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കോളം ഉണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള അലൈൻമെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കോളം, അതായത് 4 അലൈൻമെൻറ്റ് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന അലൈൻമെൻറ്റിനെ നമ്മൾ അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ്, നമ്മുടെ ടെക്സ്റ്റിനെ ലെഫ്റ്റ് ഏരിയയിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് മാർജിനിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റ് അലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ സെൻറ്റർ, ടെക്സ്റ്റിനെ നമ്മൾ സെൻറ്ററിലാക്കാൻ, അതായത് റൈറ്റിൽ നിന്നുള്ളയും ലെഫ്റ്റിൽ നിന്നുള്ളയും ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് നമ്മുടെ സ്ലൈഡിൻ്റെ സെൻറ്ററായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ അലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ അലൈൻ ദ ടെക്സ്റ്റ് റൈറ്റ് ആണ്, അതായത് റൈറ്റ് നമ്മുടെ ടെക്സ്റ്റ് എന്താണ് റൈറ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അലൈനാണെന്ത്? റൈറ്റ് അലൈൻ ടെക്സ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ എന്ന് പറയുന്നത് രണ്ട് സൈഡും, അതായത് നമ്മുടെ ടെക്സ്റ്റ് രണ്ട് സൈഡും ഈക്വലായ രീതിയിൽ വരിക. അതായത് ഒരേപോലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഏകദേശം മാഗസീനിലും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന അലൈൻമെൻറ്റ് ഒക്കെ, അതേപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്റ്റുകളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അലൈൻമെൻറ്റ് എപ്പോഴും ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഹൊറിസോണ്ടലി എങ്ങനെ ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റിൽ നോക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ വേർട്ടിക്കൽ ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ് നോക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക? സെലക്ട് ദ ടെക്സ്റ്റ് യു വാണ്ട് ടു മോഡിഫൈ. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതും പാരഗ്രാഫ് ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാരഗ്രാഫ് ഗ്രൂപ്പിലുള്ള ടെക്സ്റ്റ് അലൈൻ ടെക്സ്റ്റ് കമാൻഡ് ഉണ്ടാവും. അതാണ് അലൈൻ ടെക്സ്റ്റ്. ഈ ഒരു ആരോ മാർക്കിൽ കാണുന്ന ഈ ഒരു കമാൻഡാണ് അലൈൻ ടെക്സ്റ്റ് കമാൻഡ്. ഈ ഒരു മെനു എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു അലൈൻ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് തന്നെ വരും, അലൈൻ ടെക്സ്റ്റ് വരും. അതിൽ ടോപ്പ്, മിഡിൽ, ബോട്ടം എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാൻ പറ്റും. ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് അലൈൻമെൻറ്റ് നടത്താം. ദെൻ മിഡിലാണെങ്കിൽ ജസ്റ്റ് മിഡിലായിട്ട് അലൈൻമെൻറ്റ് നടത്താം. ദെൻ ബോട്ടം ആണെങ്കിൽ സൈഡിൽ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിനെ വേർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യാനാണ് വേർട്ടിക്കൽ അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ലൈഡ് നമ്പർ ഇൻസേർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻസേർട്ട് സ്ലൈഡ് നമ്പർ. അപ്പം ഇൻസേർട്ട് സ്ലൈഡ് നമ്പർ നമ്മൾ റിബണിലുള്ള ഇൻസേർട്ട് മെനുവിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻസേർട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ, അതായത് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ എന്താണ്? സ്ലൈഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്ലൈഡ് നമ്പർ കൊടുക്കാനുള്ള അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനുള്ള ഹെഡർ ആൻഡ് ഫൂട്ടർ ഡയലോഗ് ബോക്സ് എന്ത് ചെയ്യുന്നത്? അപ്പിയർ ആവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസേർട്ട് ടാബിൽ പോവുക, അതിൽ ക്ലിക്ക് സ്ലൈഡ് നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഹെഡർ ആൻഡ് ഫൂട്ടർ ഡയലോഗ് ബോക്സ് വരും. ഓക്കെ, ഹെഡർ ആൻഡ് ഫൂട്ടർ ഡയലോഗ് ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഈ ഒരു ബോക്സ് ആണ് എന്ത്? ഹെഡർ ആൻഡ് ഫൂട്ടർ ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ലൈഡ് നമ്പർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗമാണ് സ്ലൈഡ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ ചെറിയൊരു ടിക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് ഇട്ടിട്ട് അതെന്ത് ചെയ്യുക? എനേബിൾ ചെയ്യുക. ദെൻ ക്ലിക്ക് ടു ഓൾ. എന്നിട്ട് നമ്മൾ ഇവിടെ ഉള്ള അപ്ലൈ ടു ഓൾ എന്നുള്ള
ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡ് എത്ര സ്ലൈഡ് ഉണ്ടോ അതിനൊക്കെ എന്ത് വന്നിട്ടുണ്ടാവും, നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിൻറ്റ് തീംസ് ആണ്. അതായത് നമ്മുടെ പ്രസൻറ്റേഷനെ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ പോയിൻറ്റ് തീംസ് യൂസ് ചെയ്യുന്നത്. അതായത് തീംസ് പ്രൊവൈഡ് അട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് ടു പവർ പോയിൻറ്റ് സ്ലൈഡ്സ്. നമ്മളെ സ്ലൈഡ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എന്തിൻ്റെയൊക്കെ രൂപത്തിലുണ്ട്, തീംസ് കളേഴ്സായിട്ട്, അതായത് പലതരത്തിലുള്ള കളേഴ്സായിട്ട് കൊടുക്കാം, ഫോണ്ടുകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കൊടുക്കാം, ദെൻ പലതരത്തിലുള്ള ഇഫക്ട്സുകളുണ്ട്. ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആകും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ പോയിൻറ്റ് തീംസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പവർ പോയിൻറ്റ് തീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പവർ പോയിൻറ്റ് തീംസ് എപ്പോഴും തീം ഗ്രൂപ്പിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, തീം ഗ്രൂപ്പിലായിരിക്കും അസോസിയേറ്റ് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു തീം ഗ്രൂപ്പ് എപ്പോഴും ഡിസൈൻ ടാബിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇൻസേർട്ടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഡിസൈൻ ടാബ് കണ്ടോ, ഡിസൈൻ ടാബിലായിരിക്കും ഈ തീം ഗ്രൂപ്പ് ഉണ്ടാവുക. ഈ തീം ഗ്രൂപ്പിൽ എന്തുണ്ടാവും, പലതരത്തിലുള്ള തീംസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ചൂസ് ദ ഡിസൈൻ ടാബ്. ആദ്യം നമ്മൾ ഡിസൈൻ ടാബ് ചൂസ് ചെയ്യുക. വി ക്യാൻ സീ എ സെലക്ഷൻ ഓഫ് റെഡിമെയ്ഡ് തീംസ് ടു ചൂസ് ദ ഫോം. അപ്പോൾ ഡിസൈൻ ടാബിൽ നമ്മൾ തീം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ റെഡിമെയ്ഡ് തീംസ് കാണാൻ പറ്റും. കണ്ടോ, ഇതിൽ ഓരോ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. ഇതിൽ പല രൂപത്തിലുള്ള തീംസുകൾ ഉണ്ടാവും നമ്മുടെ സ്ലൈഡിൻ്റെ അപ്പിയറൻസ് മാറ്റാനുള്ള. അപ്പോൾ ഇതിൽ ഇപ്പം ഡീഫോൾട്ടായിട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണപ്പെടുന്ന സ്ലൈഡ് തീംസാണ് ഈ കാണുന്നത്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു മോർ ബട്ടൺ ഉണ്ടാവും. അതായത് ഈ തീമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു 2-3 ബട്ടൺസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ലാസ്റ്റ് ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ മോർ ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു മോർ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തീംസ് ഗ്രൂപ്പിലെ എല്ലാ തീംസും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രിവ്യൂ, അത് ഓരോന്നും നിങ്ങൾ അതിലൂടെ ജസ്റ്റ് മൗസ് പോയിൻറ്റ്സ് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രിവ്യൂ നിങ്ങളുടെ സ്ലൈഡിൽ ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതേപോലെ ആ ഒരു സ്ലൈഡിൻ്റെ നെയിമും കൂടി നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, കാണപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള തീം, ഈ ഒരു മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തീംസിലൂടെ ഇങ്ങനെ മൗസ് പോയിൻറ്റ് കൊണ്ടുവരുന്നതിനനുസരിച്ച് നിങ്ങളെ സ്ലൈഡിൽ അതിൻ്റെ പ്രിവ്യൂ വരും. നിങ്ങൾക്ക് സ്യൂട്ടബിളായി തോന്നുന്ന തീം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് ആ തീമിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻസേർട്ട് ആൻ ഇമേജ് ഫ്രം എ ഫയൽ. നമ്മളുടെ കയ്യിലുള്ള ഒരു ഫയൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫയലിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ലൈഡിലോട്ട് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് ഇൻസേർട്ട് ടാബിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ദ ഇൻസേർട്ട് ടാബ്, ക്ലിക്ക് ദ പിക്ചർ ബട്ടൺ അണ്ടർ ദ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പ്. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഗ്രൂപ്പ്സുകൾ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാം, പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് സെലക്ട് ദ ഡിസയർ ഇമേജ് ഫ്രം ദ പിക്ചർ ലൈബ്രറി. ഈ ഒരു പിക്ചർ ടാബ് എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊരു പിക്ചർ ലൈബ്രറി വരും. ഒരു ഡയലോഗ് ബോക്സ് ആയിട്ട് ഒരു പിക്ചർ ലൈബ്രറി വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇമേജ് നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ പോയിട്ട് നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്യും. അതിൽ അവസാനമായിട്ട് എന്താണ്, ഇൻസേർട്ട് പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പിക്ചർ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്ലൈഡിൽ എന്ത് ചെയ്യും വരും, അപ്പിയർ ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലൈഡിലേക്ക് നമ്മളൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഇൻസേർട്ട് ടാബിൽ പോവുക, ദെൻ പിക്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ അപ്പോൾ വരുന്ന പിക്ചർ ലൈബ്രറി ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ഡിസയർ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലിക്ക് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചർ എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച സ്ലൈഡിൽ എന്ത് ചെയ്യും, ഇൻസേർട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ് സെലക്ട് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്.
ദെൻ ഇൻസേർട്ട് ക്ലിപ്പ് ആർട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും നമ്മൾ ഇൻസേർട്ട് ടാബിലാണ് പോവുക. ദെൻ അതിൽ ക്ലിപ്പ് ആർട്ട് കമാൻഡ് എന്ന് കാണാം. ഈ ഒരു ക്ലിപ്പ് ആർട്ട് കമാൻഡിൽ ഇമേജ് ഗ്രൂപ്പിലാണ് അത് ഉണ്ടാവുക. ഇതിൽ ക്ലിപ്പ് ആർട്ട് കമാൻഡ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ദ ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ അപ്പിയർ ഇൻ ദ ടാസ്ക് പാനൽ ടു ദ റൈറ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൻ്റെ റൈറ്റിലായിട്ട് നമുക്ക് ക്ലിപ്പ് ആർട്ട് ഓപ്ഷൻ അപ്പിയർ ആയിട്ട് വരും. അതായത് ഒരു ക്ലിപ്പ് ആർട്ട് എന്ത് വരും, ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ എൻ്റർ ദ കീവേഡ് ഇൻ ദ സെർച്ച് ഫോർ ഫീൽഡ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ ഇമേജ് വി വാണ്ട് ടു ഇൻസേർട്ട്. അതായത് നമുക്ക് ഏത് ഇമേജാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കീവേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ദെൻ ക്ലിക്ക് ദ ഡ്രോപ്പ് ഡൗൺ ആരോ ഇൻ ദ റിസൾട്ട് ഷുഡ് ബി ഫൈൽഡ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഡീസെലക്ട് എനി ടൈപ്പ് ഓഫ് മീഡിയ വി ഡു നോട്ട് വാണ്ട് ടു സീ. പിന്നെ നമുക്ക് ഏതെങ്കിലും മീഡിയാസ് കാണണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഏരിയാസൊക്കെ ഡീസെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ഗോ. അതായത് അതിൽ ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ ക്ലിപ്പ് ആർട്ട് സെർച്ച് ഇൻ ദ ക്ലിപ്പ് ആർട്ട് പാനൽ. ക്ലിപ്പ് ആർട്ട് പാനലിലെ ക്ലിപ്പ് ആർട്ട് സെർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ടിൻ്റെ റിവ്യൂസ് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. അത് അവിടുന്ന് റിവ്യൂ ചെയ്യുക. ദെൻ ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ്, ആ ഡിസയർ ഇമേജ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിപ്പ് ആർട്ട് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഏരിയാസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.